സംസ്ഥാനത്ത് ഇപ്പോൾ ക്രിമിനൽ കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 2022 സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ക്രിമിനൽ കേസുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ അതിനേക്കാൾ 5101 കൂടുതൽ കേസുകളാണ് ഇക്കഴിഞ്ഞ നവംബർ വരെ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ വധശ്രമ കേസുകളിലാണ് കൂടുതൽ വർധനയുണ്ടായത്. ഒരു വാക്കുതർക്കമുണ്ടായാൽ അടുത്ത നിമിഷം തന്നെ അത് ആക്രമണത്തിലേക്ക് പോവുകയാണ്. ഇതാണ് പലയിടത്തെയും അവസ്ഥ. ഭക്ഷണം കഴിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ ചിക്കൻ കറിയുടെ അളവ് കുറഞ്ഞു പോയാൽ പോലും കടയുടമയെ ആയുധങ്ങളുമായി നേരിടുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വരെ ചെയ്യുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര അക്രമാസക്തരാകുന്നത്? എന്താണ് ഇത്തരത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിക്കാനുള്ളതിന് പിന്നിലെ കാരണങ്ങൾ? മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം തന്നെയാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത്. 2022 2,35,858 കേസുകളാണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ നവംബർ വരെ 2,40,959 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അവസാന മാസത്തെ കണക്കുകൂടി ചേരുമ്പോൾ ഇനിയും ഇതിൽ വർധനയുണ്ടാകും. ഇതിൽ തന്നെ വധശ്രമ കേസുകളാണ് ഏറ്റവും അധികം കൂടുന്നത്. 2022 700 വധശ്രമ കേസുകളായിരുന്നു നടന്നത്. കഴിഞ്ഞ വർഷം നവംബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം വധശ്രമ കേസുകൾ 918 ഡിസംബർ മാസത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ 1000 കഴിയാൻ സാധ്യതയുണ്ട്. ദേഹോപദ്രവ കേസുകളും കൂടിയിട്ടുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. 17,174 ആയിരുന്നു 2022 റിപ്പോർട്ട് ചെയ്തത്. 17,713 കേസുകളാണ് 2023 നവംബർ വരെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നവകേരള യാത്രയിൽ ഉടനീളം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. കരിങ്കൊടിക്കാരെ ഡിവൈഎഫ്ഐക്കാർ അടിച്ചൊതുക്കിയതും പ്രതിഷേധക്കാരെ പോലീസുകാർ അടിച്ചൊതുക്കിയതും പോലീസുകാരെ പ്രതിഷേധക്കാർ അടിച്ചതുമൊക്കെ ഡിസംബർ മാസത്തെ കണക്കുകൾ വരുമ്പോൾ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാക്കും. മാത്രമല്ല തട്ടിപ്പ് കേസുകളും കൂടിയിരിക്കുകയാണ്. 8,307 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനത്ത് 10,393 കേസുകളായിരിക്കുകയാണ്. ലൈംഗിക അതിക്രമ കേസുകളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അതിക്രമ കേസുകളിലും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ത്രീധന പീഡനം. സ്ത്രീധന പീഡനം മൂലമുള്ള മരണ കേസുകൾ 2022 11 ആയിരുന്നു. നവംബർ വരെ ആയപ്പോഴേക്കും അത് 8 ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡന കേസുകൾ 4,345 ആണ്. കഴിഞ്ഞ നവംബർ വരെയുള്ള കണക്കാണിത്. 2022 4,998 ആയിരുന്നു. എന്നാൽ കൊലക്കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 334 നിന്നും അത് 306 കുറഞ്ഞിരിക്കുകയാണ്. ബലാത്സംഗം, കലാപ കേസുകൾ എന്നിവയുടെ എണ്ണം കുറഞ്ഞപ്പോൾ മോഷണം, ഭവനഭേദനം എന്നീ കേസുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ ഈ പോക്ക്? എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത്? ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടതും വേണ്ട നടപടി സ്വീകരിക്കേണ്ടതും ആവശ്യമാണ്.